കത്തിങ്ങനെയാണ്: മൈത്രേയൻ, TC 06 1474 പേപ്പർ മിൽ റോഡ്, ചെറുവയ്ക്കൽ, ശ്രീകാര്യം PO, തിരുവനന്തപുരം, കേരള 695017. ഡോക്ടർ APJ അബ്ദുൽ കലാം, രാഷ്ട്രപതി ഭവൻ, ന്യൂഡൽഹി. സർ, ഈ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വ്യക്തമായി പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ വിലാസത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഈ അടുത്ത് ചില പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ താങ്കൾ ഇവിടെ വന്നപ്പോൾ അങ്ങയുടെ പ്രസംഗങ്ങൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അക്കൂട്ടത്തിൽ 2002 നവംബർ 18 ഇന്ത്യൻ എക്സ്പ്രസ്സിൽ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള അങ്ങയുടെ ചില പ്രസ്താവനകൾ എന്നിൽ കുറച്ച് കൗതുകമുണർത്തി. ഇവിടെ ഞാൻ ഈ അഡ്രസ്സ് വളരെ വ്യക്തമായിട്ട് എഴുതുന്നത് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചില്ല. അല്ലാതെ ഒരു റൂമൊക്കെ തയ്ക്കുമെന്നല്ല. വ്യക്തമായിട്ട് ഞാൻ അന്ന് താമസിച്ചിരുന്ന അഡ്രസ്സ് കൊടുക്കുകയും അത് വിശദമായിട്ട് പറയുകയും എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ കത്ത് ഡിസ്കസ് ചെയ്യണം, ചർച്ച ചെയ്യപ്പെടണം, നാഷണലായിട്ട് ചർച്ച ചെയ്യപ്പെടണം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നാട്ടുകാർ കേൾക്കും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ഈ കത്ത് ഞാൻ എഴുതി അയച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, നിശബ്ദത മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ നിശബ്ദതയ്ക്ക് ഒന്നുകൂടെ ഒന്ന് ഭേദിക്കാനായിട്ട് വേണ്ടി ഞാനത് വീണ്ടും വായിക്കും. ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് വന്ന വരികളാണ് അത്. അബ്ദുൽ കലാമിൻ്റെ വരികളാണ്. കൊട്ടേഷൻ: മത നേതാക്കളോട് അവർ ആത്മീയ നേതാക്കളായ സ്വയം രൂപാന്തരപ്പെടാനും അങ്ങനെ മനുഷ്യരാശിക്ക് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനുമുള്ള ഉപകരണങ്ങളായി മാറാനും രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഇന്ന് ആഹ്വാനം ചെയ്തു. കൊട്ടേഷൻ ക്ലോസ്. അതേ പ്രസംഗത്തിൽ ഒരു രാജ്യത്തിൻ്റെ വിജയം, ഇത് കൊട്ടേഷനാണ്, ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നും, കൊട്ടേഷൻ, നല്ല ചിന്തകളുടെ ഉടമകളാകുക, പരിവർത്തനങ്ങൾ പിറകെ വന്നോളും എന്നും താങ്കൾ പറഞ്ഞതായി കാണുന്നുണ്ട്. അടുത്ത ദിവസം അതേ പത്രം നിങ്ങൾ ഉദ്ധരിച്ചു. കൊട്ടേഷൻ: സമ്പത്ത്, സമൃദ്ധി, ഉൽപാദനക്ഷമത, ഐക്യം, പ്രതിരോധം എന്നിവയാണ് ശക്തമായ ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ എന്ന്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയായിട്ട് പത്രത്തിനകത്ത് വന്നത്. ഇനിയാണ് ഞാൻ എൻ്റെ കത്ത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. വളരെ നല്ലത് പ്രസിഡൻറ്റ്. മതനേതാക്കളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ അവരുടെ മതപരമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പോകാൻ താങ്കൾ അവരെ പ്രേരിപ്പിക്കുകയും മാനവികതയെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ആത്മീയ നേതാക്കളാകാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ പരോക്ഷമായ അർത്ഥം പരസ്പര യുദ്ധം ചെയ്ത് ഇടുങ്ങിയ ചിന്തകൾ മാത്രമുള്ള മതം പ്രചരിപ്പിച്ച് അവർ ലോകത്തെ യോഗ്യമല്ലാതാക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഊന്നൽ വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. കാരണം മതത്തിനകത്തിരുന്ന് പ്രവർത്തിക്കുന്നവർ ആത്മീയതയിലേക്ക് വരുമ്പോൾ ലോകത്തിനെ ഒന്നായി കാണും എന്നുള്ളതാണല്ലോ അതിൻ്റെ സാങ്കേതികമായ ഒരു കാര്യം. അപ്പോൾ അത് അദ്ദേഹം ദ്യോതിപ്പിക്കുന്നുണ്ട്. പരോക്ഷമായി മതനേതാക്കളെ ഉപദേശിച്ച താങ്കൾ അതേ നാവ് കൊണ്ട് തന്നെ പിന്നീട് ദേശീയത എന്ന ആശയത്തെ അഭിസംബോധന ചെയ്യുകയും അത്തരത്തിൽ ചിന്തിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, താങ്കൾ എപ്പോഴും പറയുന്നത് പോലെ, കൊട്ടേഷൻ, ഞാനും ചിന്തകളിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കത്ത്. ഇനി പറയുന്നതൊക്കെ ഇപ്പോഴത്തെ എൻ്റെ ചിന്തകളാണ്. അങ്ങയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു ISRO ശാസ്ത്രജ്ഞൻ എങ്ങനെ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യനായി മാറിയത് എന്ന്. പിന്നീട് ആറ്റം ബോംബുകളുടെ കുരിശ് യുദ്ധക്കാരനായി. ഇപ്പോൾ ഇതാ ഏറ്റവും അപകടകരമായ വർഗീയ ശക്തികളുള്ള ഒരു രാജ്യത്തിൻ്റെ തലവനായി മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ പ്രതിപക്ഷത്തെ ആശയക്കുഴപ്പത്തിലാക്കാനാണ് താങ്കളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. കാരണം താങ്കൾ ശാസ്ത്രജ്ഞനും മിസൈൽ മനുഷ്യനും എല്ലാറ്റിനും ഉപരിയായി ഒരു ന്യൂനപക്ഷ സമുദായത്തിന് പ്രതിനിധിയുമാണ്. അതിനാൽ ഞങ്ങൾക്ക്, കൊട്ടേഷനകത്ത്, എല്ലാ പ്രതിരോധ രഹസ്യങ്ങളും അറിയുന്ന ഒരു വിവരമുള്ള പ്രസിഡൻറ്റും അണുബോംബ് ഉപയോഗിക്കാൻ മടിക്കാത്ത ഒരു ആത്മീയ വ്യക്തിയും ലഭിച്ചു. ഇതാണ് രാഷ്ട്രീയ ലാക്കിൻ്റെ
പരിണതഫലം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞല്ലോ, മറ്റാരെങ്കിലും നമുക്കെതിരെ ആറ്റം ബോംബ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മളത് ഉപയോഗിക്കൂ എന്ന്. അതെ, അണുബോംബ് പ്രയോഗം പ്രതിരോധത്തിനായി മാത്രം. വാസ്തവം അത്ര ശരിയായ ഒരു കാര്യം. ആശ്വാസം. ക്രിസ്തുവിനോളം ആത്മീയനായ വ്യക്തി വലത് കവളിൽ അടിക്കുമ്പോൾ ഇടതുകൾ കാണിച്ചു കൊടുക്കുന്ന ആത്മീയതയുടെ അന്ത്യവാക്കായ ബുദ്ധനെപ്പോലെ ആട്ടിൻകുട്ടിക്ക് പകരം സ്വയം ബലിയർപ്പിച്ച വ്യക്തി. ഇങ്ങനെയാണല്ലോ ആത്മീയത. ഒരു ചെള്ളയ്ക്ക് അടിച്ചാൽ മറിയള്ള കാണിച്ചു കൊടുക്കുന്നതിനിപ്പം അതാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ള ആത്മീയത. ഇത് ഒരു ചെള്ളയ്ക്ക് മഴയള്ള കാണിക്കുകയല്ല, അവിടെ ഒരു ആറ്റം ബോംബാണ് കാണിക്കുന്നത്. അതെ, പക്ഷെ അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? അതെ, നമ്മൾ ഹിന്ദുവിൻ്റെ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. എനിക്കറിയാം, നമ്മുടെ ആത്മീയ പാരമ്പര്യം എപ്പോഴും ധർമ്മം ഉയർത്തിപ്പിടിച്ച് രാജാക്കന്മാരുടെ വേഷത്തിൽ കൊല്ലാനിറങ്ങി വന്ന ദൈവങ്ങളുടേതാണ്. 10 അവതാരം കൊല്ലാനാണ് വന്നത്. കൂടാതെ സ്വർഗം ഭരിച്ചിരുന്ന വരേണ്യവർഗത്തിൻ്റെ, കാരണം ദേവന്മാരുടെ നേതാവായിരുന്നു ഈ ദേവന്മാരല്ല. തീർച്ചയായും നിങ്ങൾ ആ പാരമ്പര്യമുള്ള ആളാണ് മിസ്റ്റർ പ്രസിഡൻറ്റ്. അപ്പോൾ ഡൽഹിക്ക് മുകളിൽ വീഴാൻ സാധ്യതയുള്ള ആദ്യത്തെ ആറ്റം ബോംബിനായി എന്തിനു കാത്തിരിക്കണം? ഇതൊരു ലോജിക്കൽ പ്രശ്നമാണല്ലോ, നമ്മളതൊന്ന് ആലോചിക്കണ്ടേ. പിന്നെ ബോംബ് പാകിസ്ഥാൻകാരൻ ഇങ്ങോട്ട് അയച്ചാൽ അത് ഡൽഹി വീഴും. ആദ്യത്തെ ബോംബ് പൊട്ടിത്തെറിച്ച ശേഷം സ്ഫോടനത്തെ പ്രതിരോധിക്കാനുള്ള നിർണായക തീരുമാനം ആരാണ് എടുക്കുക? അപ്പോൾ ബോംബ് ഡൽഹി വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻറ്റും ഇല്ല, പ്രസിഡൻറ്റിൻ്റെ പരിവാരങ്ങളും ഇല്ല, ഈ മിനിസ്റ്റർമാരും ഇല്ല. അപ്പം അതിനുശേഷം വേണമല്ലോ പാകിസ്ഥാനിലേക്ക് അയക്കാൻ. ഇതാണല്ലോ അദ്ദേഹം പറയുന്നത്. ആദ്യത്തെ നമ്മൾ അങ്ങോട്ട് അയക്കത്തില്ലെന്നാണ്. അപ്പം ഞാൻ എഴുതിയിരിക്കുന്നതാണ്, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ബോംബ് ഡൽഹിയിലേക്ക് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? അതെ, അത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും വിദൂര ഗ്രാമത്തിൽ പതിക്കണം. അതുവഴി ഞങ്ങളുടെ കൊട്ടേഷൻ, പ്രിയപ്പെട്ട അഭിമാനകരമായ കൊട്ടേഷൻ ക്ലോസ്, ബോംബ് പാകിസ്ഥാൻ്റെ ഏതെങ്കിലും വിദൂര ഭാഗത്തേക്ക് അയക്കാനുള്ള തീരുമാനം നിങ്ങൾക്കെടുക്കാൻ കഴിയും. അങ്ങനെയാണല്ലോ വേണ്ടത്. അല്ലെങ്കിൽ ഡൽഹി വരെ പഞ്ചാബിലൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കശ്മീരിലിട്ടാൽ മതി, അല്ലെങ്കിൽ ഗുജറാത്തിലിട്ടാൽ മതി. വെറുതെ ഡൽഹി വരെ ഇടരുത്. കാരണം നമ്മൾ പ്രതിരോധിക്കുന്ന ആളുകളാണ്. നമ്മൾ പ്രതിരോധിക്കുന്ന ആളുകളായത് കാരണം കൊണ്ട് ആദ്യത്തെ ബോംബ് വീണതിന് ശേഷമേ നമ്മൾ പ്രതിരോധിക്കത്തുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കണം. എന്തൊരു മനോഹരമായ സ്വപ്നമാണ്. ബോംബിങ്ങനെ വീഴുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബോംബ് നമ്മൾ പാകിസ്ഥാൻകാർക്ക് കൊടുക്കുന്നു. നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും മുഷറഫും അയാളുടെ കൂട്ടാളികളും. മുഷറഫ് അന്ന് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റാണേ. നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ ആയതിനാലും ഞാനിങ്ങ് കേരളത്തിലിരിക്കുക. അതുകൊണ്ട് ബോംബ് അവിടുന്ന് ഇവിടെ വരെ വരത്തില്ല. നല്ല പാടാണ് ഇവിടെ വരെ കൊണ്ടുവരാൻ. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും വിദൂര ഗ്രാമങ്ങളിൽ ഈ മനോഹരമായ 2 ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നത് കാണാൻ ജീവനോടെ ഉണ്ടാകും. അപ്പം നമ്മൾ 3-4 പേര്, കാരണം മുഷറഫിൻ്റെ മേളിലിടത്തില്ല, കാരണം അയാളുമായിട്ട് പിന്നെ സന്ധി സംഭാഷണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ ഇടാനൊക്കത്തില്ല. അവർ ഡൽഹിയിലും ഇടത്തില്ല. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ അഭിമാനം തോന്നുന്നു മിസ്റ്റർ പ്രസിഡൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ സഹയാത്രികനായ മിസ്റ്റർ മുഷറാഫിനൊപ്പം പെൻസിൽവാനിയയിലേക്ക് പോകും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. നമ്മളാരും കേൾക്കാത്ത ഏതോ ഒരു രാജ്യത്തിൻ്റെ അവിടെയാണ് ഹെൽസിങ്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശബ്ദങ്ങളൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഒരു സാധാരണ സന്ധി സംഭാഷണത്തിന് പോകുന്നത്. അല്ലാതെ ന്യൂയോർക്കിലൊന്നും പോകത്തില്ല, ലണ്ടനിലൊന്നും പോകത്തില്ല. ആർക്കും അറിഞ്ഞുകൂടാത്ത പാവം പിടിച്ച ഏതെങ്കിലും രാജ്യത്ത് ഇവന്മാരെല്ലാവരുടെ പോകും. ഞങ്ങളെല്ലാവരും ജീവിതകാലം മുഴുവൻ പല കഷ്ണങ്ങളായും പലതരം ക്യാൻസറുകളുമായി ജീവിക്കും. പിന്നീട് കാലം കഴിയുമ്പോൾ നിങ്ങളെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് തിരഞ്ഞെടുക്കും. കാരണം നിങ്ങൾ കവിത എഴുതുന്ന ആളാണല്ലോ അല്ലേ? ആത്മീയവാദിയും ശാസ്ത്രജ്ഞനും കവിയും അവിവാഹിതനുമായ പ്രസിഡൻറ്റ് ഇന്നും 350 മുറികളുള്ള മഹത്തായ മാളികയിൽ താമസിക്കുന്നു. ലളിത ജീവിതം നയിക്കുന്നു.
പൊള്ളോക്ക് മാർപ്പാപ്പയെ പോലെ അദ്ദേഹമാകട്ടെ ബ്ലാക്ക് ക്യാറ്റുകളോടും ബുള്ളറ്റ് പ്രൂഫ് കാറുകളോടും കൂടിയാണ് യാത്ര ചെയ്യുന്നത്. കാരണം കുഞ്ഞാടുകൾ വെടിവെക്കരുത്, അതുകൊണ്ടാണ് അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് കാറിനകത്താണ് യാത്ര ചെയ്യുന്നത്. പോപ്പോ മൊബൈൽ എന്നായിരുന്നു അതിന് പേര്. താങ്കൾക്കാകട്ടെ ജനങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹമാണെങ്കിൽ കൈനീട്ടി എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ APJ അബ്ദുൽ കലാം. അതുകൊണ്ട് തന്നെ അവർക്ക് ബാരിക്കേഡുകൾക്ക് പുറകിലായി കാത്തിരിക്കേണ്ടി വരും. കാരണം സ്നേഹം അത്ര കൂടുതലായത് കാരണം കൊണ്ട് എല്ലായിടും ബാരിക്കേഡ് കിട്ടും. അതും രാവിലെ മുതൽ വൈകിട്ട് വരെ. സ്വന്തം ദേശത്ത് പോലും യാത്ര ചെയ്യാൻ കഴിയാതെ നമ്മളെല്ലാം നിൽക്കണം. കാരണം സ്നേഹിക്കുന്ന ഈ പ്രസിഡന്റുമാർ വരുമ്പോഴേ നമ്മളെ കാണാനാണ്. പുള്ളി അവർക്ക് ഡൽഹിയിലിരിക്കുമ്പം മുട്ടും നമ്മളെ കാണാൻ. അപ്പോൾ വരുമ്പം നമ്മൾ ഈ വേലി ഇങ്ങനെ കെട്ടി കണ്ട് ഉരുണ്ടൊക്കെ വീഴാതെ നോക്കണ്ടേ. അങ്ങനെ അത് പ്രസിഡൻ്റ് രാജാവിനെയും അദ്ദേഹത്തിൻ്റെ മകനെയും രക്ഷപ്പെടുത്താനുള്ള യുക്തി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം രാജാവാകാൻ ഒരാൾക്ക് രാജാവായി തന്നെ ജനിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ യുക്തി. രാജാവിൻ്റെ മകനോ മകൾക്കോ രാജാവോ രാജ്ഞിയൊക്കെ ആകാനൊക്കത്തുള്ളൂ. വേറെ ആർക്കും വഴിനീളെ പോകുന്നവർക്ക് ആർക്കൊന്നും ആകാനൊക്കത്തില്ല. ഒരാൾ വെടിയേറ്റ് വീണാൽ പകരക്കാരനായി മറ്റൊരാളെ കാത്തിരുന്ന് കണ്ടെത്താൻ ഏറെ സമയം വേണ്ടി വരും. പക്ഷേ പ്രസിഡന്റുമാർ എടുക്കപ്പെട്ടവരാണ്. അതായത് ആർക്കും പ്രസിഡൻ്റ് ആകാൻ കഴിയും. അഥവാ പ്രസിഡന്റുമാരുടെ കുറവില്ലല്ലോ. അങ്ങനെ ആയാൽ പ്രസിഡന്റുമാരെയും മന്ത്രിമാരെയും രക്ഷിക്കാൻ ഇത്രയും പണം ചെലവഴിക്കേണ്ടത് എന്തിനാണ്? ഞങ്ങൾ പുതിയൊരു പ്രസിഡന്റിനെ പകരം തിരഞ്ഞെടുക്കും. അതുവഴി ഞങ്ങൾ തീവ്രവാദികളെ പരാജയപ്പെടുത്തും. കാരണം അവർക്ക് വെടിയുണ്ടകൾ തീർന്നു പോകും. 120 കോടി അങ്ങോട്ട് അന്നുണ്ട്. 120 കോടിയും പ്രസിഡൻ്റ് ആകാൻ പറ്റും. അപ്പോൾ വെടി വെച്ച് ഉമ്മാർ ചാകും. മറ്റേതെങ്കിൽ രാജാവിൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ മോളാണെന്നുണ്ടെങ്കിൽ 1-2 വെടി കൊണ്ട് പിന്നെ അടുത്ത 15-20 വർഷമൊക്കെ കാത്തിരിക്കണം ഉണ്ടായി വരണമെങ്കിൽ. പക്ഷെ ഇവിടെ ഈ പ്രശ്നമേ ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പ്രസിഡന്റുമാരെയൊക്കെ ഇങ്ങനെ രക്ഷിക്കുന്നത്? ഇവിടുത്തെ മോദിയുടെ മുന്നിലും പുറകിലും എന്തിനാണ് ഇവിടുത്തെ ഈ കേരളത്തിലെ പേട്ട് മുഖ്യമന്ത്രിക്ക് വരെ ഫ്രണ്ടിലും പുറകിലും പോലീസ് വേണം? എന്തിനാണ് ഇതൊക്കെ? വെടിവെച്ചാൽ പകരം ആളിനെ ഇഷ്ടം പോലെ എടുക്കാനില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിറച്ച ആളല്ലേ, പിന്നെന്താ പേടി? അതുവഴി ഞങ്ങൾ തീവ്രവാദികളെ പരാജയപ്പെടുത്തും. കാരണം അവർക്ക് വെടിയുണ്ടകൾ തീർന്നു പോകും. ജനസംഖ്യാ വർധനവിനും പരിഹാരമാകും. ശരി, തമാശകൾ നിർത്താം. യുദ്ധത്തിനായി പോകുന്ന സൈനികർക്കും കരുത്തരായ ബ്ലാക്ക് ക്യാറ്റ്സിനെ എസ്കോർട്ടുകളായി നൽകേണ്ടതില്ലേ? അതുകൊണ്ട് എല്ലാവരും തുല്യരാണ്. അപ്പോൾ പട്ടാളക്കാർക്കും എല്ലാം ഓരോ ബ്ലാക്ക് ക്യാറ്റിനെ കൊടുക്കണ്ടേ? ഇവർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കണ്ടേ? അതുകൊണ്ട് ജീവൻ പ്രധാനപ്പെട്ടതല്ലേ എല്ലാവരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബ്ലാക്ക് ക്യാറ്റിനെ വെച്ച് കൊടുക്കും. എല്ലാ പട്ടാളക്കാരനും അവനൊരു ബ്ലാക്ക് ക്യാറ്റ്. അവരുടെ ജീവനും വിലയും മൂല്യമുള്ളതല്ലേ? അങ്ങനെ ചെയ്താൽ ഓരോരുത്തർക്കും ബ്ലാക്ക് ക്യാറ്റ്സിനെ നൽകാവുന്നതായിരിക്കും. അപ്പോൾ തൊഴിലില്ലായ്മ അവസാനിക്കും. ആർക്കും തൊഴിലില്ലാതെ, കാരണം എല്ലാവരുടെയും ബ്ലാക്ക് ക്യാറ്റ് ആവും. സകലർക്കും സമാധാനമായിട്ട് കഴിയും. ഇനി ആത്മീയതയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിങ്ങൾ ഏറ്റവും ബുദ്ധിമാനാണ്. നിങ്ങൾക്ക് കേക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം, അത് കഴിക്കുകയും ചെയ്യാം. ഇംഗ്ലീഷിലുള്ള പ്രയോഗമാണ് യു ക്യാൻ ഈറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് ടു എന്ന് പറയുന്ന പ്രയോഗമാണ്. നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്നുകൊണ്ട് തന്നെ സായിബാബ, അമൃതാനന്ദമയി തുടങ്ങിയ ആധുനിക ആത്മീയ ബിംബങ്ങളുമായി ചുറ്റിക്കറങ്ങാം. ക്രിസ്തുവിനെയോ ഗാന്ധിയെ പോലെ കൊല്ലപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും നേരിടുകയുമില്ല. കാരണം ഈ ബ്ലാക്ക് ക്യാറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചത്തൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയും ചെയ്യാം, ഇവിടെ ആത്മീയക്കാരുടെ കൂടെ നടക്കുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ രാജാവ് സായിബാബയുടെ കൂടെ ഇരിക്കുന്ന ഞാൻ ടെലിവിഷനിൽ കണ്ടു. കാരണം വലിയ ഇതിലാണ് ഇരിക്കുന്നത്, വലിയ സ്വർണ്ണ കസേരയിലാണ് ആത്മീയ നേതാവായ സായിബാബ ഇരിക്കുന്നത്. നിങ്ങളുടെ ഗുരുവാകാൻ സായിബാബ ശരിക്കും യോഗ്യനാണ്. അയാൾ കിരീടങ്ങൾ ധരിക്കുന്നു, സിംഹാസനങ്ങളിലിരിക്കുന്നു, സ്വർണ്ണ ചങ്ങലകളിലും വാച്ചുകളും ഇഷ്ടപ്പെടുന്നു, മാളികകളിൽ താമസിക്കുന്നു, രഥങ്ങളിൽ സഞ്ചരിക്കുന്നു, ബാൽക്കണിയിൽ നിന്ന് ആളുകൾക്ക് നേരെ കൈവീശുന്നു. ആഹാ, യഥാർത്ഥ രാജാവ് തന്നെ. ഇതെല്ലാം അക്ഷരം പ്രതി അനുകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു രാജ്ഞിയുണ്ട് നമുക്കിപ്പോൾ, ശ്രീമതി അമൃതാനന്ദമയി.
സായിബാബ രാജാവും അമൃതാനന്ദമയി രാജ്ഞിയും. നിങ്ങൾ അവരെ യഥാർത്ഥ ആത്മീയ നേതാക്കളായി കാണുന്നുണ്ട് അല്ലേ? ഇരുവർക്കും കമ്പ്യൂട്ടർ കോളേജുകളുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, സ്കൂളുകളുണ്ട്, ധാരാളം അനുയായികൾ എന്നിവയുണ്ട്. ഓ, ഞാൻ മറന്നു, അവർക്ക് മൈക്കിൾ ജാക്സനെ പോലെ പാടാനും ഷോകൾ ക്രമീകരിക്കാനും കഴിയും. ഇതിലും വലുതെന്താ ആത്മീയ വ്യക്തികളിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടത്? സായിബാബ ഇങ്ങനെ കാണിച്ച് എടുത്തു വരെ കാണിക്കും. പക്ഷേ ഒരു സംശയം, സായിബാബ തനിക്കെതിരെ വെടിയുതിർക്കാൻ വന്നവരുടെ അടുത്തു നിന്ന് ഓടി. അന്നേരം അയാളുടെ മാന്ത്രിക വിദ്യ എവിടെ പോയി? ആശുപത്രികളും സ്കൂളുകളും. ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് ഈ രഹസ്യം നേരത്തെ അറിയാമായിരുന്നു. അവർ ബൈബിളും സ്കൂളുകളും ആശുപത്രികളുമായി വന്നു. ഇപ്പോൾ ഞങ്ങൾക്കും മിഷനറികളുണ്ട്, തനി നാടൻ മിഷനറികൾ. ഈ പറയുന്ന സായിബാബയും അമൃതാനന്ദമയും ഒക്കെ ആണല്ലോ നിങ്ങളുടെ ആത്മീയ നേതാക്കൾ അല്ലേ? ക്രിസ്തീയ പുരോഹിതന്മാരെ ആത്മീയ നേതാക്കളാകാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഇവരൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്? ആത്മീയതയും ദേശീയതയും. നിങ്ങളൊരു മാന്ത്രികനാണ് എൻ്റെ പ്രഭോ, ശരിക്കും ഒരു മാന്ത്രികൻ. തമ്മിൽ ചേർക്കാൻ അസാധ്യമായവയെ തമ്മിൽ ചേർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ആത്മീയത, പ്രതിരോധം, ദേശീയത, ഇവ തമ്മിൽ കലർത്താൻ നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ്. ഞങ്ങൾക്കിവിടെ ഒരു പ്രാദേശിക മാന്ത്രികനുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. വർക്കലയിലെ ശിവഗിരിയിൽ വെച്ച് ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നടത്തിയപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചും ഒരേ ശ്വാസത്തിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ കഴിയും. ദയവായി അദ്ദേഹത്തിനെ നിങ്ങളോടൊപ്പം കൊണ്ടുപോകണേ. ക്രിസ്തുവിനെ പോലെ നിങ്ങളുടെ വലതുവശത്ത് ഇരുത്തുക. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുവശത്തായിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നടേശനെയും കൂടെ പ്രസിഡൻ്റ് അടുത്തിരുത്തണം. നിങ്ങൾക്കെങ്ങാനും പ്രസിഡൻ്റ് പദവി മടുത്താൽ, ഇനി ഇടയ്ക്ക് വെച്ച് മടുപ്പൊക്കെ വന്ന് ഇയാൾ ആത്മീയക്കാരനല്ലേ, മടുത്താൽ അധികാരം അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ്. അദ്ദേഹം ഒരു മികച്ച ചരിത്രകാരനാണ്. ആര്? നടേശൻ. ദേശീയതയെ പ്രതിരോധിക്കുന്നതിനുള്ള നിങ്ങളുടെ ആത്മീയത പോലെ സമീപകാല ചരിത്രത്തെ വളരെ സവിശേഷമായി അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. ഒരു ചെറിയ വ്യത്യാസം മാത്രം. താങ്കൾ ആറ്റം ബോംബും ആത്മീയതയും കൂട്ടിക്കലർത്തുന്ന ഒരു ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമാണെങ്കിൽ വേദാന്തത്തെ ചാരായവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു ജാതി രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം. ഇത്ര വ്യത്യാസമുള്ളൂ. അതെ, വളരെ ചെറിയൊരു വ്യത്യാസം മാത്രം. മിസ്റ്റർ പ്രസിഡൻറ്റ്, 20 വർഷത്തിനുള്ളിൽ ഇന്ത്യ ശക്തവും സമൃദ്ധവുമായ രാജ്യമാകുമെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 23 വർഷം കഴിഞ്ഞു. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. എല്ലാത്തരം മിസൈലുകളും ആറ്റം ബോംബുകളും ഉള്ളപ്പോൾ ആർക്കാണ് അത് നിഷേധിക്കാൻ കഴിയുക? 2002 ആയുധ ഇറക്കുമതിക്കായി നിങ്ങൾ 1064 ദശലക്ഷം $US ചെലവഴിച്ചു. ഇപ്പോൾ നമുക്ക്, അന്നത്തെ കണക്കാണ്, 13,03,000 സായുധ സേനാംഗങ്ങളുണ്ട്. അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ എണ്ണം, എല്ലാ ഗ്രാമത്തിലും വർദ്ധിച്ചു വരുന്ന സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം, ജയിലുകളിലെ വാർഡന്മാരുടെയും എണ്ണം എന്നിവയൊക്കെ എത്രയുണ്ടെന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ല. മാത്രമല്ല, അതിനകത്തെ ഇൻമേറ്റ്സ്, അതിനകത്തെ അന്തേവാസികളുടെ എണ്ണമാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലുണ്ട്. തീർച്ചയായും ഇന്ത്യ ശക്തമായിരിക്കും. അല്ലല്ല, വളരെ ശക്തമായിരിക്കും. എന്നാൽ ജനസംഖ്യയുടെ 23% പോഷകാഹാരക്കുറവുള്ളവരും കുറഞ്ഞ ജനന ഭാരമുള്ള 26% ശിശുക്കളും, മാതൃമരണ അനുപാതം 1,00,000 ജനനങ്ങളിൽ 540, ഉറവിടം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2002, ഒക്കെ ചേർന്ന് സമൃദ്ധിയാകുന്നത് അല്പം അകലെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ട് ഇന്ത്യ സമൃദ്ധിയാകാൻ പോകുമെന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു ശാസ്ത്രജ്ഞനാണ് പ്രഭോ, നിനക്കെങ്ങനെ തെറ്റുപറ്റും? അങ്ങനെ അത് പറ്റത്തില്ല. കാരണം ശാസ്ത്രജ്ഞനാണ്. നിങ്ങൾ ഉദ്ദേശിച്ച യഥാർത്ഥ പ്രജകൾ, അതായത് പ്രാധാന്യമുള്ള ആളുകൾ, ഏറ്റവും മുകളിലുള്ള 20% സമ്പന്നരെയാണ് അല്ലേ? അതെ. ആളൊന്നിന് 3 ആഡംബര കാറുകളും, ഇത് ഞാൻ പ്രവചിച്ചത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. 3 ആഡംബര കാറുകളും, സ്വിസ് ബാങ്കുകളിൽ കനത്ത നിക്ഷേപവും, ലോകമെമ്പാടും മാളികകളും. അവർ നിങ്ങളുടെ റോക്കറ്റുകളിൽ ലോകം മുഴുവൻ സഞ്ചരിക്കും. എത്ര മനോഹരമായ സ്വപ്നം!
താങ്കൾ ദീർഘവീക്ഷണമുള്ള ആളാണ് മിസ്റ്റർ പ്രസിഡൻറ്റ്. നിങ്ങളുടെ ലോകവീക്ഷണം നിങ്ങളുടെ പുഞ്ചിരി പോലെ തന്നെ സുതാര്യമാണ്. കഴിഞ്ഞ വർഷം ഞാനൊരു മനുഷ്യാവകാശ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അവിടെ കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഒന്നിൽ നിന്നുള്ള, എന്ന് പറഞ്ഞാൽ മേഘാലയത്തിൽ നിന്ന് ഒരു മജിസ്ട്രേറ്റ് അതിർത്തി സുരക്ഷാ സേനയുടെ കൈകളിൽ നിന്നുണ്ടായ ഭയാനകമായ അനുഭവം പറഞ്ഞു. BSF ഒരാളെ അറസ്റ്റ് ചെയ്തു, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. ആ വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചു എന്നത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അടുത്ത ദിവസം മജിസ്ട്രേറ്റിനെ അറസ്റ്റ് ചെയ്യുകയും വൈദ്യുതാഘാതം ഏൽപ്പിക്കുന്നത് ഉൾപ്പെടെ 3-ാം മുറ പീഡനത്തിന് വിധേയനാക്കുകയും ചെയ്തു. ഇത് മജിസ്ട്രേറ്റിനെ. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയേണ്ടതുണ്ട്. മജിസ്ട്രേറ്റർമാർ സർക്കാരിൻ്റെ ഭാഗമാണെന്ന ധാരണയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കഥകൾക്ക് ശേഷം ഭരണവർഗത്തിൻ്റെ കണ്ണിൽ ഇന്ത്യ വളരെ ചെറുതാണെന്ന നിഗമനത്തിൽ ഞാൻ എത്തി. അതിനാൽ അവർക്കായി നമുക്കെല്ലാവർക്കും എല്ലാം ത്യജിക്കും. 10% തൊട്ട് 20% ആൾക്കാരാണ് ഇന്ത്യയിലുണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാം, സംശയം വേണ്ട. അവരെല്ലാം നല്ല ധനവാന്മാരായിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ നോക്കി അന്ന് നമുക്ക് പോലും കേട്ടിട്ടില്ലാത്ത പേരുള്ളവർ മുഴുവൻ ഇപ്പോൾ ഉണ്ട്. അദാനിയൊന്നും അന്ന് നമ്മൾക്ക് കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ആ വിഭാഗം മുഴുവനും ഭയങ്കര പണക്കാരായി, ലോകത്തെ നല്ല ധനവാന്മാരായി എല്ലാവരും മാറി. എല്ലാവർക്കും 3-4 കാറായി. ഇതൊന്നും ഒരു സംശയമില്ലല്ലോ. പ്രസിഡൻറ്റേ, നിങ്ങളുടെ സാമ്രാജ്യത്തിൽ ആളുകൾ പട്ടിണി മൂലം മരിക്കുന്നു. അതേസമയം സർക്കാർ ഗോഡൗണുകളിൽ ഭക്ഷ്യധാന്യങ്ങൾ ചീഞ്ഞു പോകുന്നു. നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നുണ്ടാകണം അല്ലേ? രാജസ്ഥാനിലും ഒറീസയിലും പട്ടിണി മരണങ്ങളും പോഷകാഹാരക്കുറവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ മിലിറ്ററി അക്കാദമികൾ ഉദ്ഘാടനം ചെയ്യുകയും അർദ്ധസൈനിക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷയം എല്ലായ്പ്പോഴും രാജ്യത്തിൻ്റെ പ്രതിരോധവും ആറ്റം ബോംബുകളുടെ ഉപയോഗവുമാണ്. നിങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ പട്ടിണി മരണങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? പറയാതെ വയ്യ. നിങ്ങളൊരു മികച്ച മാന്ത്രികനാണ്. കാരണം ഈ ആറ്റം ബോംബൊക്കെ വെച്ചിട്ട് ഈ പട്ടിണിയെ നേരിടും. ഭയങ്കര കഴിവാണ്. അതിപ്പം വിസാഡാണ്, മാന്ത്രികനാണ്. 10 വർഷത്തിന് ശേഷം നമുക്ക് ധാരാളം എയ്ഡ്സ് രോഗികളും, പക്ഷേ എയ്ഡ്സിന് ഈയിടയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചു പോയി, അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല. ഭേദമാകാത്ത ക്ഷയരോഗികളും അത് എല്ലായിടവും ആയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. റെസിസ്റ്റൻറ്റ് TB ഉണ്ടായിട്ടുണ്ട്. ചികിത്സയ്ക്ക് പണമില്ലാത്ത മലേറിയ രോഗികളും ഉണ്ടാകും. അവരെല്ലാം മരിക്കും. കാരണം അവർക്കായി ചെലവഴിക്കുന്ന നമ്മുടെ പക്കൽ പണമില്ല. നാം ശക്തമായൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കാശ് കിട്ടത്തില്ല. ശക്തമായ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഈ പട്ടിണിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കിട്ടത്തില്ല കാശ്. അത് നമ്മളോടൊന്ന് ക്ഷമിക്കണം. നാം ശക്തമായൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ്. നമ്മൾ നമ്മുടെ സർക്കാരുകളെ ആധുനികവൽക്കരിക്കുകയാണ്. അതായത് കലാപകാരികൾക്കെതിരെ പോലീസ് എല്ലാ പുതിയ ഉപകരണങ്ങളും സജ്ജമാക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ വടക്കേ ഇന്ത്യയിലെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലൊക്കെ ഉള്ള ഈ ആദിവാസികൾ മുഴുവൻ മാവോയിസ്റ്റുകളായിപ്പോയി. അവരെ മുഴുവനും ഇന്ത്യൻ ആർമി ഉപയോഗിച്ചിട്ടാണ് ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പുതിയ ഗാഡ്ജറ്റുകളൊക്കെ ഉണ്ട്. ആരും അറിയാതെ വെടിവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനം. ഡ്രോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ ആദിവാസികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും കാട്ടിലെ നക്സലേറ്റുകളാണ്. ഇപ്പോൾ അർബൻ നക്സലേറ്റുകളുണ്ട്, കാട്ടിലെ ഫോറസ്റ്റ് നക്സലേറ്റുകളുണ്ട്. നമ്മൾ നമ്മുടെ സർക്കാരുകളെ ആധുനികവൽക്കരിക്കുകയാണ്. അതായത് കലാപകാരികൾക്കെതിരെ പോലീസ് എല്ലാം പുതിയ ഉപകരണങ്ങളും സജ്ജമാക്കും. ഭാവിയിൽ അവർ കലാപം നടത്തുമെന്ന് നിങ്ങൾ ഭയക്കുന്നു. അതാണത്. അല്ലേ? കടം വീട്ടാൻ അന്താരാഷ്ട്ര ധനകാര്യ ഏജൻസികളിൽ നിന്ന് നിങ്ങൾ പണം കടം വാങ്ങുകയും ക്ഷേമ നടപടികൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ഒന്നിനും കൊള്ളാത്ത ചാവാലികളായ ആൾക്കാർക്കായി എന്തിനാണ് നാം പണം പാഴാക്കുന്നതല്ലേ? എന്തായാലും അവർ നമ്മുടെ സമ്പത്തൊക്കെ തിന്നു തീർക്കുകയാണ്. നമ്മൾ ആകെ ചെയ്യേണ്ടത് 10 വർഷം കൂടി കാത്തിരിക്കുക മാത്രമാണ്. നമുക്ക് ജനസംഖ്യാ വിസ്ഫോടനം തടയാൻ കഴിയും. കാരണം രോഗമൊക്കെ പിടിച്ച ആൾക്കാർ ചത്തുമാറുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. അജ്ഞാതമായ ജനസംഖ്യാ നിയന്ത്രണം, അതാണ് അതിൻ്റെ ടെക്നിക്ക്. താങ്കൾ ഒരു പ്രതിഭയാണ് മിസ്റ്റർ പ്രസിഡൻറ്റ്. ഈ അവിശ്വാസിയോട് ക്ഷമിക്കൂ. കൊട്ടേഷൻ: സമ്പത്ത്, സമൃദ്ധി, ഉൽപാദനക്ഷമത, ഐക്യം, പ്രതിരോധം എന്നിവയാണ് ശക്തമായ ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങൾ. കൊട്ടേഷൻ ക്ലോസ് എന്ന് നിങ്ങൾ പറയുന്നു.
പ്രതിരോധം ഈ പട്ടികയിൽ അവസാനമാണ്. അതാണ് അതിൻ്റെ തമാശ. ഇത് പറഞ്ഞു വരുമ്പം പ്രതിരോധം ഏറ്റവും അവസാനമാണ്. എന്നാൽ പ്രതിരോധം നിങ്ങൾക്ക് മുൻഗണനാ പട്ടികയിലുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇന്ത്യയുടെ ഈ വിദൂര പ്രദേശമായ കേരളത്തിലും നിങ്ങൾ പ്രതിരോധ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു. രാജ്യത്തിൻ്റെ ശത്രുക്കളുമായി, കൊട്ടേഷനകത്തെ ശത്രുക്കൾ, കേരളത്തിന് അതിരുകളേ ഇല്ല. കേരളത്തിന് ചുറ്റും നമുക്ക് അറിയാവുന്ന ഒരു പാടെ പാവം പിടിച്ച് ശ്രീലങ്കയാണ്. അത് തന്നെയും ഒന്നുമല്ല. കേരളത്തിന് അതിരുകളേ ഇല്ല ശത്രുക്കളുമായി. എന്നിട്ടും ഞങ്ങളുടെ വ്യോമസേന ജാഗരൂകമാണ്, അലർട്ടായിട്ടാണ് ഇവിടുത്തെ ഇരിക്കുന്നത്. കരസേന ദൃഢസജ്ജമാണ്. നാവികസേന നിങ്ങളുടെ വിരൽത്തുമ്പിൽ എന്തിനും തയ്യാറായി നിൽപ്പാണ്. ഈ സംസ്ഥാനത്ത് നിങ്ങൾ ആരോടാണ് പോരാടാൻ പോകുന്നത്? അപ്പോൾ ലക്ഷ്യം ആരാണ്? ഭാവിയിൽ ഈ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്ക് കാണാൻ കഴിയും. ആഗോളവൽക്കരണത്തിനൊപ്പം പുതിയ സാമ്പത്തിക നയങ്ങളും ഉദാരവൽക്കരണവും ആളുകൾക്ക് തൊഴിലും വരുമാനവും നഷ്ടപ്പെടുത്തും. അതിനാൽ ശക്തമായ രാഷ്ട്രം ആഭ്യന്തര ശത്രുക്കളോട് പോരാടേണ്ടതുണ്ട്. അങ്ങനെയാണ് അർബൻ നക്സൽസൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര ശത്രുക്കളാണ്. സത്യമെന്തെന്നാൽ മർദ്ദനത്തിനും ബോംബാക്രമണത്തിനും ഞാൻ നികുതി അടയ്ക്കുന്നു. ഞാൻ അനീതി എന്ന് മുറിവിളി കൂട്ടുമ്പോൾ പോലും സ്വയം എൻ്റെ കുഴി തോണ്ടാനും എന്നെ കൊല്ലാനുമുള്ള ആയുധങ്ങളിൽ നിക്ഷേപിക്കാനും നിങ്ങൾ എന്നെ സഹായിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ഞാൻ ടാക്സൊക്കെ കൊടുത്ത് വെടിയുണ്ട അവർ മേടിച്ച് എന്നെ വെടിവെക്കും. ബ്രാക്കറ്റ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് വളരെ അടുത്തായി. ഇത് ഞാൻ തിരുവനന്തപുരത്തിരുന്ന് എഴുതുന്നതാണ്. അവിടുത്തെ എയർഫോഴ്സ് കെട്ടിടം എനിക്ക് കാണുന്ന ദൂരത്തിലായിരിക്കും. വളരെ അടുത്തായി ഒരു എയർഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. എന്നെപ്പോലെയുള്ള ചെറിയ മനുഷ്യർക്ക് പവർ കട്ടിന് വിധേയമാകേണ്ടി വരുമ്പോൾ അവിടെ സോഡിയം വിളക്കുകളാൽ വിളങ്ങുന്നു. അവിടെ നിന്നും പട്ടിണി മരണങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അതൊരു കാര്യമാണ്. ഈ പട്ടാള ക്യാമ്പിലൊന്നും ഇതുവരെ പട്ടിണി മരണം കേട്ടിട്ടില്ല. അവിടെ നിന്നും തീർച്ചയായും എല്ലാ അൽസേഷ്യൻ നായ്ക്കളെയും സന്തോഷത്തോടെ നിലവിളിക്കുന്നുള്ള തല കടിക്കാൻ തയ്യാറായ രീതിയിൽ നല്ല മനോഭാവത്തോടെ നിലനിർത്തണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സോഡിയം വേപ്പർ ലാമ്പൊക്കെ അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതെന്തെങ്കിലും ആകട്ടെ. ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും വഴിതെറ്റിപ്പോകും. ഈ അപ്രധാന വസ്തുക്കളെല്ലാം ഉള്ളിലേക്ക് ഒഴുകി വരുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ മതനേതാക്കന്മാർ ആത്മീയ നേതാക്കളാകണമെന്നും മനുഷ്യരാശിയെ സേവിക്കണമെന്നും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെയെങ്കിൽ തത്വചിന്തകനായ രാജാവായ ജനകൻ്റെ ആധുനിക പതിപ്പായിരിക്കണം നിങ്ങൾ. ഫിലോസഫർ കിങ് എന്നാണ് ജനകനെ അറിയപ്പെട്ടിരുന്നത്. പണ്ട് രാമായണത്തിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം രാജാവുമാണ്, പരമജ്ഞാനിയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ കാര്യം പിടികിട്ടി. നിങ്ങളൊരു ജ്ഞാനി പ്രസിഡൻ്റാണ്. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ പൊടി തുടയ്ക്കാൻ തയ്യാറുള്ള ഒരു ജ്ഞാനി പ്രസിഡന്റ് നമുക്ക് മുമ്പുണ്ടായിരുന്നു. സെയിൽ സിംഗ് എന്ന് പറഞ്ഞൊരു ജ്ഞാനി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ജ്ഞാനി സെയിൽ സിംഗ് എന്നായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടാണ് അയാൾ ജ്ഞാനിയായത്. പഞ്ചാബിൽ അയാൾ മറ്റേ അവിടുത്തെ ഗ്രന്ഥം, സിഖുകാരുടെ ഗ്രന്ഥം വായിക്കുന്നുണ്ട്. പുള്ളി പെട്ടെന്ന് ജ്ഞാനിയായിരുന്നു. പ്രസിഡൻ്റ് ആകുന്ന തലേന്ന് വരെ അല്ലായിരുന്നു. അല്ല, നിങ്ങൾ അത്തരം ഒരാളല്ല. വാസ്തവത്തിൽ ഗുജറാത്ത് സന്ദർശനത്തിലൂടെ മറ്റൊരു ജ്ഞാനിയോട് അടുത്ത് നിൽക്കുന്ന, നമുക്കൊരു ജ്ഞാനി പ്രൈം മിനിസ്റ്ററുണ്ട്, മഹാകവിയായ പ്രധാനമന്ത്രിയെ നിങ്ങൾ ഭയപ്പെടുത്തി. അടൽ ബിഹാരി വാജ്പേയി കവിയായിരുന്നു. അദ്ദേഹത്തിനും ഇതുപോലെ ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയാനെ ചാൻസൊക്കെ ഉള്ളതായിരുന്നു. എന്തോ കിട്ടിയില്ല. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ ഗുജറാത്തിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് അയാൾ ഞെരുങ്ങിപ്പോയി. പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ കണ്ട് ക്യാമ്പെല്ലാം സന്ദർശിച്ചു. എന്നിട്ടെന്താ ചെയ്ത്? പുഞ്ചിരിയോടെ, കരുണയോടെ, സ്നേഹത്തോടെ നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിക്കുന്ന ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ മിന്നിത്തിളങ്ങി. ക്യാമ്പിലെ കുട്ടികളെ നിങ്ങൾ തൊടുന്നത് കണ്ട് ഞാൻ ശരിക്കും കരഞ്ഞുപോയി. തലോടുന്നുണ്ടായിരുന്നു അദ്ദേഹം, ഇങ്ങനെ തലയിലല്ല. മോദിയുടെ ആൾക്കാർ വെട്ടിയിട്ടിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അദ്ദേഹം തലോടിയായിരുന്നു. അങ്ങാണ് ശരിയായ കർമ്മകാരി. ഇങ്ങനെ ആക്ഷൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. നിങ്ങൾ റിപ്പോർട്ടുകൾക്കായി കാത്തിരുന്നില്ല. അതാണ് ഗുജറാത്തിൽ എന്താ നടന്നതെന്നുള്ള റിപ്പോർട്ടൊന്നും നോക്കുന്നില്ല. അദ്ദേഹം തന്നെ പോയി റിപ്പോർട്ടുകൾക്കായി കാത്തിരുന്നില്ല. പകരം നേരിട്ട് അവിടെ പോയി കാര്യങ്ങൾ കണ്ടറിഞ്ഞു.
ഒരു തെറ്റും അവിടെ കണ്ടെത്തി. അതാണ് അദ്ദേഹം നേരിട്ട് പോയി അന്വേഷിച്ച് ബോധ്യമായി. ഈ ആളുകൾ പറയുന്ന പോലെ ഒന്നും ഒരു പ്രശ്നം അവിടെ ഇല്ല. അവിടെ എല്ലാം കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. കാര്യം ഈ ആൾക്കാരുടെ എല്ലാം മുറിവെല്ലാം വെച്ച് കെട്ടി മോദി ഇവർക്കെല്ലാം ചാപ്പാടൊക്കെ കൊടുത്ത് അവിടെ ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കൊള്ളാവുന്ന ഒരു ഒരു മുഖ്യമന്ത്രി ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള നേരിട്ടുള്ള വിവരങ്ങളാണ്. അതേ നേരിട്ട് പോയി കളക്ട് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിക്കുന്ന ഗുജറാത്തിലെ ക്രമസമാധാന പ്രശ്നം? അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പറയുന്നുണ്ട് ഗുജറാത്തിൽ ഒരു രക്ഷയില്ലെന്ന്. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം നേരിട്ട് പോയി അതെല്ലാം ചെയ്തതാണ്. നിങ്ങളുടെ സന്ദർശനം പ്രിയപ്പെട്ട മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി. അദ്ദേഹം ഇപ്പോഴും ഗുജറാത്തിൽ തൻ്റെ ഏറ്റവും മികച്ച പ്രതിച്ഛായയിലാണ്. ശരിക്കും നിങ്ങൾ തത്വചിന്തകനാണ് പ്രസിഡൻറ്റ്. ഇതെല്ലാം മായയാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഒന്നും ശരിക്കും മാറേണ്ടതില്ല. മോദി പോലും മാറേണ്ടതില്ല. ബാബറി മസ്ജിദ് തകർത്തവർക്ക് അവർക്കിഷ്ടമുള്ള പ്രസിഡൻ്റായതിലൂടെ നിങ്ങൾ ക്ലീൻ ചിറ്റ് നൽകി. ഇപ്പോൾ നിങ്ങളുടെ സന്ദർശനത്തിലൂടെ നിങ്ങൾ മോദിയെ മനസമാധാനത്തോടെ ഇരിക്കാൻ സഹായിച്ചു. ബുദ്ധിമാൻ മിസ്റ്റർ പ്രസിഡൻറ്റ്. നിങ്ങളവരെ നിങ്ങളുടെ യജമാനന്മാരെ ശരിയായി സേവിക്കുന്നു. കാരണം ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മൈനോറിറ്റി റെപ്രസെൻറ്റേറ്റീവായിട്ട് വെച്ചിട്ട് പിന്നെ ജ്ഞാനിയായ ശാസ്ത്രജ്ഞനാണ്. അങ്ങനെയാണ് പ്രസിഡൻ്റാക്കിയത്. ആരാക്കി? മോദിയും കൂട്ടരും. മിസ്റ്റർ പ്രസിഡൻറ്റ്, താങ്കളുടെ കീഴിൽ 2 മഹാന്മാരായ ആത്മീയ നേതാക്കന്മാർ ഉജ്ജ്വലാവസ്ഥയിലാണ്. ഭയങ്കര ആ സമയത്ത് നല്ല പ്രസംഗമാണ് ഇവർ രണ്ടുപേരും. ഞങ്ങളുടെ പഴയ സുഹൃത്ത് ബാൽ താക്കറെ, അത് പണ്ടേ ഇവിടെ ഉണ്ട്. പുതിയൊരു അവതാരം ആ കാലത്തുണ്ടായിരുന്നു. പുതിയ അവതാരം പ്രവീൺ തൊഗാഡിയ കുറേ നാളെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഒരു വിവരമില്ല. അവർ നിങ്ങളുടെ മാർഗനിർദ്ദേശ പ്രകാരമാണോ സംസാരിക്കുന്നത്? കാരണം വളരെ ഡയറക്റ്റാണ്. അതായിരിക്കണം. അവർ സത്യത്തെ പോലെ തുറന്നതും ശക്തവുമാണ്. അവർ സത്യമാണ് പറയുന്നത്. അവർ എല്ലായ്പ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങളൊഴികെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഇടിയിറച്ചി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അതിലെ ഉള്ളടക്കം. അപ്പോൾ അവരുടെ പ്രസംഗം കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ബീഫ് കയറ്റി അയക്കുന്ന പോലെ ഈ മുസ്ലിം ഇറച്ചി കയറ്റി അയക്കാം എന്നുള്ള നിലവാരത്തിലാണ് അവർ രണ്ടുപേരും പറയുന്നത്. ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. നിങ്ങൾക്ക് മതമില്ല. നിങ്ങളൊരു ആത്മീയ വ്യക്തിയാണ്. ഒട്ടും വിവേചനം കാണിക്കാത്ത അണുബോംബുകൾ നിങ്ങളുണ്ടാക്കി. നിസ്സഹാരായ ന്യൂനപക്ഷങ്ങൾക്കും ദലിതർക്കും സ്ത്രീകൾക്കും മേൽ തൊഗാഡിയെയും താക്കറെയും അവരുടെ താണ്ഡവമാടിയ ശേഷം നിങ്ങളുടെ കീഴിൽ ഒരു ആത്മീയ ഇന്ത്യ ഉണ്ടാവുക തീർച്ചയാണ്. ഈ ബോംബെന്ന് പറയുന്നത് ഒരു വിവേചനവും കാണിക്കത്തില്ല. ആത്മീയവാദിക്ക് ഒരു വിവേചനവുമില്ല. അദ്ദേഹം പരമാവധി ആത്മീയക്കാരനാണ്. അതുകൊണ്ടാണ് ആത്മീയ ബോംബ് ഉണ്ടാകുന്നത്. ഒരു വിവേചനമില്ല. എപ്പോഴെങ്കിലും ആറ്റം ബോംബ് ആരെയെങ്കിലും സ്പെയർ ചെയ്തതായിട്ട് ഇയാൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല. വളരെ നേരിട്ട് ഡയറക്റ്റായിട്ട് കൃത്യമായിട്ട്. അതാണ് അതിൻ്റെ രീതി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഇന്ത്യക്കാരന് ആത്മീയ ബോംബ്. അത് ആറ്റം ബോംബ്. മറ്റേ ബോംബൊക്കെ ഇങ്ങനെ അശ്രദ്ധയോടെയാണ് പെരുമാറുന്നത്. ഇത് ഒരു വിവേചനവുമില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യും. നിങ്ങളുടെ കീഴിൽ ഒരു ആത്മീയ ഇന്ത്യ ഉണ്ടാകും, അത് തീർച്ചയാണ്. UP പോലീസ് കാണിച്ചതുപോലെ പശുക്കൾക്ക് പകരം നമ്മൾ ദലിതരെ കൊല്ലുകയും ഭക്ഷിക്കുകയും ചെയ്യും. ആത്മീയതയുടെ അടയാളങ്ങൾ മടങ്ങി വരുന്നു. വിധവകളെ ചുട്ടരിക്കുക, എല്ലാ മെലിഞ്ഞ പശുക്കളെയും രക്ഷിക്കുക, രാക്ഷസന്മാരെ ബ്രാക്കറ്റിൽ മുസ്ലിങ്ങളും ദലിതരും കൊല്ലുക, രാക്ഷസന്മാരെ കൊല്ലുക, ശക്തരും സമ്പന്നരുമായ ദേവന്മാരെ ആരാധിക്കുക. ബുഷ് ആൻഡ് ബില്ല്. ബുഷ് ആൻഡ് പറഞ്ഞാൽ നമ്മുടെ ബുഷും ബിൽ ക്ലിൻ്റനുമാണ് ബുഷ് ആൻഡ് ബില്ല്. ദേവന്മാരെ ആരാധിക്കുക. വിക്രമാദിത്യന് ശേഷമുള്ള സുവർണകാലത്തിൻ്റെ തിരിച്ചുവരവ്. എത്ര മനോഹരം. ഒരു തത്വചിന്തകനായ രാജാവ് നമ്മെ ഭരിക്കുന്നു. ആഹാ. ഇപ്പോൾ എനിക്ക് തിരുമനസിനോട് ഒരു അനുഗ്രഹം ചോദിക്കാമോ? കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ മുൻഗാമി KR നാരായണന് ഞാനൊരു കത്തെഴുതി. അദ്ദേഹം വിരമിക്കുന്നത് വരെ ഡൽഹിയിൽ താമസിക്കണം. അങ്ങനെ ഈ ലോകത്തിൻ്റെ ഈ ചെറിയ കോണിൽ എനിക്ക് സ്വതന്ത്രനായി നടക്കാൻ കഴിയും. കാരണം അദ്ദേഹം സന്ദർശിക്കുമ്പോഴെല്ലാം ജാഗ്രത പുലർത്തുന്ന പോലീസ്
ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും മണിക്കൂറുകളോളം റോഡുകൾ തടയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. ഇത്തവണ നിങ്ങളുടെ സന്ദർശന വേളയിലും അത് സംഭവിച്ചു. നിങ്ങൾ തിരക്കിലായതിനാൽ എനിക്ക് റോഡരികിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വന്നു. നിങ്ങളുടെ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാണ് എന്നാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? ഇവിടവും കുഴപ്പത്തിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും തീവ്രവാദികളുണ്ടാകും. അവരെ പോലീസ് ഏറ്റുമുട്ടലുകളിൽ കൊല്ലേണ്ടി വരും. ആൻസൽ പ്ലാസ മോഡൽ. ഈ ആൻസൽ പ്ലാസ മോഡൽ എന്ന് പറയുന്നത് അന്ന് വളരെ പ്രസിദ്ധമാണ്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് തന്നെ റോഡിൽ നിന്ന് 2 പേരെ പിടിച്ചുകൊണ്ട് പോയി അവിടുത്തെ ഒരു ഈ മാളിൽ കൊണ്ടുപോയി അവിടുത്തെ ഈ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് അവർ കടന്നു കയറി തോക്കുമായിട്ട് വന്നു പറഞ്ഞിട്ട് വെടിവെച്ചങ്ങ് വന്നു. ഇത് ഒത്തിരി പേര് ഈ കാറിനകത്തൊക്കെ ഇരിക്കുന്നവർ കണ്ടുപോയി. അതുകൊണ്ട് പുറത്ത് വന്നു. അടുത്ത് ആൻസർ ഈ മാള് ആക്രമിക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള കഥയിൽ പിറ്റേ ദിവസം പത്രത്തിൽ ന്യൂസ് വരുമ്പോൾ ഈ ആളുകൾ പറഞ്ഞ് ഞങ്ങളെല്ലാവരും അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു, അവരെ വെറുതെ പിടിച്ചുകൊണ്ട് പോയി വെടിവെച്ച് കൊന്നതാണെന്ന്. അപ്പോൾ ഈ ആൻസൽ പ്ലാസ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അന്ന് ഭയങ്കര ഷോക്കിങ്ങായ അനുഭവമായിപ്പോയി. നമ്മളീ പറയുന്ന എൻകൗണ്ടർ മരണമില്ലേ, അതിൻ്റെ ആദ്യത്തെ അല്ലാതെ നേരത്തെ തൊട്ടുണ്ട്, പക്ഷേ വളരെ പ്രകടമായി എല്ലാവരും കണ്ടുപോയ ഒരു എൻകൗണ്ടർ മരണമായിരുന്നത്. അതുകൊണ്ട് ഈ ആൻസൽ പ്ലാസ മോഡൽ എന്ന് ഞാൻ എടുക്കുമ്പം ഇത് മനസ്സിലായാൽ മതി. അതിനാൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഡൽഹിയിൽ താമസിക്കാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇവരവിടെ ഈ സംസ്ഥാനത്തൊക്കെ വരാതിരുന്നാൽ നമുക്കെല്ലാവർക്കും ഇവിടെയൊക്കെ സമാധാനമായിട്ട് നടക്കാനൊക്കും. ഡൽഹിയിലാണെങ്കിൽ ധാരാളം VVIP ഉള്ളതിനാൽ ആരും നടക്കുന്നില്ല. അവിടെ ആരും നടക്കത്തില്ല. കാരണം മനുഷ്യർ നടക്കത്തില്ല, സാധാരണക്കാർ നടക്കുന്നുണ്ടാവും. മറ്റേ യഥാർത്ഥ മനുഷ്യരുണ്ട്. അദ്ദേഹം പറയുന്ന ഇന്ത്യ ശക്തമാണെന്ന് പറയുന്ന മനുഷ്യരില്ലേ, അതുവഴി ആളുകൾക്ക് റോഡുകളിൽ സ്വതന്ത്രമായി നടക്കാനും മരിക്കാനും കഴിയും. അതാണൊരു ഗുണമുള്ളത്. വണ്ടിയിടിച്ച് ചാകും നമ്മൾ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇവിടെയാണെന്ന് ഓർക്കണം. അതാണ് ഏറ്റവും വലിയ തമാശ. ലോകത്തിൽ ഏറ്റവും കുറച്ച് കാറുള്ളത്, ഏറ്റവും കൂടുതൽ കാറടിച്ച് മരിക്കുന്നത് ഇന്ത്യയിലാണ്. ഞങ്ങളുടെ ഈ കുഞ്ഞു കുഞ്ഞു സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. നമുക്കൊരാകെ സ്വാതന്ത്ര്യമാണ് റോഡിൽ കൂടെ നടക്കുകയും വണ്ടിയിടിച്ച് ചാകുകയും ചെയ്യുന്നത്. അതും കൂടെ നിഷേധിക്കുന്ന തരത്തിൽ ബാരിക്കേഡ് കെട്ടുന്ന ഇച്ചിരി കടുപ്പമാണ്. താങ്കളൊരു ശാസ്ത്രജ്ഞനാണ്. താങ്കൾ ഒരു താഴ്ന്ന് പറക്കുന്ന ഒരു പുതിയ യന്ത്രം കണ്ടുപിടിക്കാൻ കഴിയും. അതൊക്കെ അത് പറ്റുമല്ലോ. നമ്മളിപ്പോൾ ഡ്രോൺ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനിത് പറയുമ്പോൾ ഡ്രോൺ ഇല്ല, ഹെലികോപ്റ്റർ അല്ല, അത് ഭയാനകമായ ശബ്ദം ഉണ്ടാക്കുന്നു. ദയവായി വായുവിൽ നിൽക്കൂ. എല്ലാ ദേവന്മാരും ഋഷിമാരും പണ്ട് കാലത്ത് പറക്കുക മാത്രമായിരുന്നു പതിവ്. അതുകൊണ്ട് പണ്ടത്തെ നമ്മുടെ ഇതിനകത്തുള്ള പുരാണത്തിലെല്ലാം ഇവരെല്ലാവരും പറക്കുകയായിരുന്നു. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഉടനെ പറന്നങ്ങ് പോകും. എല്ലാ ദേവന്മാരും ഋഷിമാരും പണ്ട് കാലത്ത് പറക്കുക മാത്രമായിരുന്നു പതിവ്. നിങ്ങളൊരു ജ്ഞാനിയാണ്, ദേവനാണ്, അങ്ങും പറക്കണം. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ കത്ത് നിങ്ങളിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിക്കവാറും നിങ്ങളുടെ പോലീസ് ഈ കത്ത് എഴുതിയതിനാൽ ഈ പ്രാന്തൻ ജനക്കൂട്ടത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു സുരക്ഷിത താവളത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വണ്ടി അയക്കും. അങ്ങനെ ഞാനിവിടെയൊക്കെ അലഞ്ഞിങ്ങനെ നടക്കുന്ന കാണുന്നു. ഇവിടുത്തെ ഈ പ്രാന്തൻ ജനങ്ങളാണ്. അവർ ഉപദ്രവിക്കാതിരിക്കാൻ എന്നെ നേരെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ഒരുപക്ഷെ അവരെന്നെ റോഡിൽ വെച്ച് തന്നെ കാണാനൊരു ട്രക്ക് അയക്കും. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു ട്രക്ക് വേണമെങ്കിൽ അയക്കാം. അങ്ങനെയാണ് നമ്മൾ ജയിലിൽ കൊണ്ടുപോയില്ലെന്നുണ്ടെങ്കിൽ ട്രക്ക് വരും. പക്ഷെ ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ പരസ്യമായിട്ട് പിടിച്ചുകൊണ്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ ട്രക്ക് അയക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതായത് നമുക്ക് ധാരാളം ആൻസൽ പ്ലാസ മോഡലുകൾ ലഭ്യമാണ്. പലതരത്തിൽ ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ വികസിത ജനാധിപത്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അതിലൊന്നും ഞാൻ ആശ്ചര്യപ്പെടില്ല. എന്തായാലും എൻ്റെ ജ്ഞാനി വാഴൂ. നിങ്ങളുടെ അറിവ് പരമോന്നതമാണ്. ചുറ്റിക്കറങ്ങുക, അത് പ്രചരിപ്പിക്കുക. ഇപ്പോൾ മോദി ഗുജറാത്തിൽ വിജയിച്ചു. വളരെ ശക്തമായൊരു ഇന്ത്യ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ശക്തമായൊരു ഇന്ത്യ ആണല്ലോ. സ്നേഹത്തോടും എന്നാൽ അല്പം പോലും ബഹുമാനമില്ലാതെ മൈത്രേയൻ. അപ്പോൾ ഇതിനൊരു വാൽക്കഷ്ണം ആ സമയത്ത് വന്നൊരു ന്യൂസാണ്. ചിന്തിപ്പിക്കേണ്ട ഒരു വാർത്ത. 3151 സിൽദ ജമ്മു താവി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തിരുന്ന സൈനികർ
ഓടുന്ന ട്രെയിനിൽ നിന്ന് 2 പേരെ സൈനിക ബോഗിയിൽ പ്രവേശിച്ചതിന് ലോർ മോഹർ നദിയിലേക്ക് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇതൊരു നല്ല ന്യൂസ്. നമ്മളെ രക്ഷിക്കാനുള്ള പട്ടാളക്കാർ പോകുന്ന വാഹനത്തിൽ കയറി എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവരെ പിടിച്ച് നദിയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. മൺഡേ ഡിസംബർ 9, 2002. ഇത് ഞാൻ ഇന്ത്യയിലെ എല്ലാവർക്കും അയച്ചു എന്ന് പറയുന്നതാണ്. ഞാൻ ആരൊക്കെയാണ് എല്ലാ പാദസേവക മാധ്യമങ്ങൾക്കും സകലതും മനസ്സിലാക്കുന്ന എല്ലാം അറിയാവുന്ന രാഷ്ട്രീയക്കാർക്കും കൗശലക്കാരായ ബുദ്ധിജീവികൾക്കും, വളരെ ബുദ്ധിയുള്ളതാണ് നമ്മുടെ ബുദ്ധിജീവികൾ, വളരെ സൂക്ഷിച്ചാണ് അവരെല്ലാം ഉള്ളത്. പിന്നെ മരവിച്ചു പോയ പൗരന്മാർ, നമ്മുടെ പൗരന്മാരെ കാണുന്നുണ്ടെങ്കിൽ മരവിച്ചു പോയ ഇത്രയും പേർക്ക് ഞാൻ ഒന്നിച്ചയച്ചതാണ് ഈ കത്ത്. എത്ര കോപ്പി അയച്ചിട്ടുണ്ടെന്നറിയാം. ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എങ്ങും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. പക്ഷേ അന്തർദേശീയമായി ഇൻ്റർനെറ്റിനകത്ത് ഞാനിത് അയച്ചത് കാരണമുണ്ട്. ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളും പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. കാരണം ഈ കത്തിൻ്റെ ഒരു സവിശേഷത കൊണ്ടായിരിക്കണം. ആ സമയത്ത് നമ്മൾ ഈ ഇൻ്റർനെറ്റിനകത്ത് ലെറ്റർ ടു എ പ്രസിഡൻറ്റ് എന്ന് അടിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഞാൻ ഈയിടയ്ക്കൊക്കെ അടിച്ചു നോക്കി, കാരണം ഇത് മുങ്ങിപ്പോയി. ഇപ്പോൾ അതിനുവേണ്ടി അത് ലോകത്തുനിന്ന് തന്നെ പോയിട്ടുണ്ട്. ഇൻ്റർനെറ്റിനകത്ത് വല്ല ആർക്കൈവ്സിലെങ്ങാനും പോയി കിടക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഇന്ന് നമ്മൾ അടിച്ചാൽ കിട്ടത്തില്ല. മറ്റേ പണ്ട് അങ്ങനെ അടിച്ചാൽ അപ്പം കിട്ടുമായിരുന്നു. പക്ഷേ ഈ ഫേസ്ബുക്കിനകത്ത് ഇപ്പോഴും അടിച്ചാൽ പ്രത്യക്ഷപ്പെടും. അത് കാരണം ഒരു 10 വർഷം മുമ്പാണ് ഞാനിത് രണ്ടാമതെടുത്ത് ഇട്ടത്. അതുകൊണ്ട് ഈ അബ്ദുൽ കലാമിനെ ചീത്ത പറയുന്നത് ഞാൻ ഇന്ന് തുടങ്ങിയ ഒരു പണിയൊന്നുമല്ല. ഒരു 10-25 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അയാളൊരു മോശം പ്രസിഡൻ്റാണ്, മാത്രമല്ല ഒരു നല്ല അഭിനേതാവാണ്. മമ്മൂട്ടി മോഹൻലാലും തോറ്റുപോകുന്ന ഒരു അഭിനേതാവാണ്. നല്ല വസ്ത്രമൊക്കെ ഇട്ട് ഒരു നെഞ്ചത്ത് ഒരു പൂവൊക്കെ കുത്തി കുട്ടികൾ അയാൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹത്തിലാണ് വേറെ ഒരു പ്രസിഡൻറ്റും ഇത് ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം ജനകീയനായ പ്രസിഡൻ്റ് അല്ലാതായപ്പോഴും അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? പ്രതിരോധം, ദേശീയത, ഇതൊക്കെ പറയുന്ന ഈ കുട്ടികളെ മുഴുവനും ഉത്തേജിപ്പിക്കുക എന്ന് പറയുന്ന പരമദ്രോഹമായ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ കേൾക്കുമ്പം മഹാനായ ജ്ഞാനിയായ പ്രസിഡൻ്റാണ് വന്ന് മിണ്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ദ്രോഹം എന്ന ലോകത്തിനകത്ത് ദ്രോഹം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ്. കുട്ടികളുടെ മനസ്സിൽ മുഴുവനും ഇത്തരത്തിലുള്ള അന്യരെ വെറുക്കുന്ന, എന്തെല്ലാം പറഞ്ഞാലും ദേശീയത എന്ന് പറയുന്നത് അന്യരെ വെറുക്കുന്ന, മതം പോലെ തന്നെ വെറുക്കപ്പെടേണ്ടതായ ഒരാശയമാണ്. അതിൻ്റെ വ്യക്താവായി ഓടി നടന്ന് മരിക്കുന്നത് വരെ ഓടി നടന്ന് സംസാരിച്ച ഒരാളാണ് ഞാൻ. ഒരാളെ എതിരാളിയായി ജീവിതത്തിൽ കാണുകയാണെങ്കിൽ അത് അബ്ദുൽ കലാമിനെ ആയിരിക്കും, എനിക്ക് സംശയമില്ല. അടുത്തതെന്ന് പറയുന്നത്, ഈ ചെയ്യുന്ന സമയത്ത് മുഴുവനും ഞാൻ പറഞ്ഞില്ലേ, ആത്മീയക്കാരെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ നാട്ടിനകത്തെ എല്ലാവർക്കും സീ ത്രൂ ചെയ്യാൻ കഴിയുന്നവരാണ് ഈ സായിബാബയും അമൃതാനന്ദമയ്യൊക്കെ. അവരുടെ മുന്നേ പോയി ചമ്രം പടിഞ്ഞിരുന്ന് നല്ല ആളായിട്ട് അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ട്. അവർക്കൊക്കെ മുഴുവനെണ്ണത്തിനും ലെജിറ്റിമേഷൻ. ഇന്ന് നമ്മൾ കാണുന്ന ധ്രുവീകരിക്കപ്പെട്ട ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നതിന് നല്ല സംഭാവന നൽകിയ ഒരാളാണ്. അത് RSSകാരുടെ ചോയ്സായിട്ട് മാറിയ ഒരു വിഭാഗത്തിനെ ഒറ്റുകൊടുത്ത ഒരാളാണ് അബ്ദുൽ കലാം. എനിക്കൊരു ബഹുമാനവും അദ്ദേഹത്തിനെ പറ്റിയില്ല. ഇനി നിങ്ങളെന്തെല്ലാം പറഞ്ഞാലും ശരി, അതെൻ്റെ ജീവിതത്തിൻ്റെ നിലപാടാണ്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതിൻ്റെ മറുധ്രുവത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് അയാൾ. എനിക്ക് ഒരു ബഹുമാനം, ആകപ്പാടെ ഞാൻ അയാൾ ബഹുമാനിക്കുന്നത് റോക്കറ്റ് വിടാൻ അയാൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ റോക്കറ്റിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ആറ്റം ബോംബ് വിടുന്നതിന് ഞാൻ അയാളെ ബഹുമാനിക്കത്തില്ല. ഒരേ റോക്കറ്റ് വിടുന്ന അതേ ടെക്നോളജി തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലിനും ആൻറ്റി ബാലിസ്റ്റിക് മിസൈലിനും എന്നുണ്ട് എനിക്കറിയാം.
പേലോഡിൻ്റെ മാറ്റം മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. അത് പക്ഷേ ആറ്റം ബോംബ് ഉണ്ടാക്കി വെച്ച് അതിൻ്റെ അറ്റത്ത് പിടിപ്പിക്കാനായിട്ട് ഈ ഇന്ത്യ സജ്ജമാക്കിയത്, ഇന്ത്യയെ ഈ ലോകത്തിന് സമാധാനം ഉണ്ടാക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്ന, ഇന്ന് നമ്മൾ ബ്രിക്സ് പോലുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നതിന് പകരം അമേരിക്കക്കാരൻ്റെ കാല് നക്കാനായിട്ട് പോയിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഒരു ദുഷിച്ച ലോകമാണ് ഉണ്ടാക്കിയത്. കഷ്ടമാണ്. ലോകം മുഴുവനും ശ്വാസം മുട്ടിക്കുന്ന നിലവാരത്തിൽ 750 സൈനിക താവളങ്ങളും ആയിട്ട് ഇരിക്കുന്ന അമേരിക്കയെ പോലുള്ളൊരു രാജ്യത്തിനെ കോർണർ ചെയ്യാനായിട്ട്, അവരുടെ ഹെജുമണി, അവർ നമ്മുടെ ആധിപത്യത്തോടെ പെരുമാറുന്ന മുഴുവനും നിലനിർത്താൻ കഴിയുന്ന ഒരു കാലത്ത് ബ്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ചൈനയും റഷ്യയും ബ്രസീലും മുൻകൈ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ അതിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചേരേണ്ട ഒരു രാജ്യം അതിനകത്ത് ഏറ്റവും കരിങ്കാലിയായി മാറാൻ സാധ്യതയുണ്ടായിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മളിന്ന് നിൽക്കുന്നത്. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആ ട്രംപിനെ അവിടുന്ന് എഴുന്നള്ളിച്ച് ഗുജറാത്തിലും കൊണ്ട് നടന്നിട്ട് സകല താരിഫും, ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്ന രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കുകയാണ്. ചൈനക്കാർ ഇന്ന് പറഞ്ഞതാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കുക ഈ തരത്തിലുള്ള അധിനിവേശത്തിന്. അത് ചെയ്യാതെ ചൈനയെ എതിരാളിയായി കണ്ട് വഴക്കുണ്ടായി. ആർക്കും വേണ്ടാത്ത ഒരു മരുഭൂമി, ഞാൻ മഞ്ഞിൻ്റെ മരുഭൂമികൾക്ക് വേണ്ടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ അടിയിടുന്നത്, മറക്കരുത്. ഒരു മനുഷ്യന് താമസിക്കാൻ കൊള്ളാത്ത സ്ഥലങ്ങളാണ്, അതിൻ്റെ മുകളിലാണ് അടിയിടുന്നതെന്ന് ഓർക്കണം. അത് നെഗോഷിയേറ്റ് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ്. ഒരതിർത്തിയും ഉള്ളതല്ല, മനുഷ്യനിർമ്മിതമായ അതിർത്തികളാണ്. അത് പറഞ്ഞു തീർക്കാനും കൈകാര്യം ചെയ്യാനും ഒക്കുന്ന സാധനം മാത്രമാണ്. അതിനുവേണ്ടി ആയുധം ഉണ്ടാക്കി ചൈനക്കാരുമായി യുദ്ധം ചെയ്യാനല്ല ഇന്ത്യ ഇരിക്കേണ്ടത്. അതിന് കോപ്പ് കൂട്ടുന്ന ഏത് ഇന്ത്യക്കാരനും ഒരുപോലെ ഈ രാജ്യത്തിനും ലോകത്തിനും ദ്രോഹം ചെയ്യുന്നവരാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് കാരണം കൊണ്ട് അതിനുവേണ്ടി ഒരുക്കപ്പെട്ട ഏത് തരത്തിലുള്ള മനുഷ്യനും അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഒന്നിച്ചെതിർക്കേണ്ട കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചു തോക്കും. ആരും വിജയിക്കാത്ത യുദ്ധം ആണ് ഇനി ഉണ്ടാകുന്നത്, അല്ലാതെ ആരെങ്കിലും ജയിക്കുമെന്ന് വിചാരിക്കരുത്. ആരും വിജയിക്കാത്ത യുദ്ധമാണ് ഉണ്ടാകുന്നത്. ആറ്റം ബോംബ് ഇട്ടടുത്തേക്ക് ഒരു മനുഷ്യനും പോകാൻ പറ്റത്തില്ലെന്നറിയണം. തോക്കാൻ പോകുന്ന ഏതവനും ചെയ്യാവുന്ന പ്രവൃത്തിയാണത്. അത് കാരണം കൊണ്ട് ഒരു കാലത്തും ഒരു യുദ്ധം ഇനി ആരംഭിക്കാതിരിക്കേണ്ട കാലത്താണ് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച പ്രൈം മിനിസ്റ്റേഴ്സിനെയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് മറക്കരുത്. അത് ഇത്ര വില കൊടുത്ത് പഠിച്ചില്ലേ? ഇവനൊക്കെ പോയിട്ട് ആ ട്രംപിൻ്റെ കാലെ നാക്കി നടക്കുകയാണല്ലോ. ചവിട്ടി പുറത്താക്കുന്ന നിലവാരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് പകരം ഇവിടുത്തെ പാവം പിടിച്ച മുസ്ലിങ്ങൾ വിരോധവും പറഞ്ഞ് ഈ ഇസ്രയേലിന് സപ്പോർട്ടും കൊടുത്ത് നടക്കുന്ന ഈ എത്ര അസംബന്ധം പിടിച്ച ലോകമാണ്, ആലോചിക്കാൻ വയ്യ. ഇതിനൊക്കെ കൂട്ടു നിന്നിട്ടുള്ള ഈ ഇന്ത്യയിലെ ഇന്ന് ഇവിടെ ഭരിക്കുന്ന മുഴുവൻ ആൾക്കാരും മര്യാദയുള്ളവരാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അവർ ഈ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് കളങ്കമായി തീരുന്ന സ്ഥലത്താണുള്ളത്. വരുന്ന ലോകം, വരാൻ പോകുന്ന മനുഷ്യർ ഒന്നിച്ച് നിന്നാൽ മാത്രം മറികടക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നത്തിന് മനുഷ്യരൊന്നിച്ച് നിൽക്കുന്നത് വഴി ലോകം മുഴുവനും സമാധാനമായി നിൽക്കുകയും എല്ലാവർക്കും ഒന്നിച്ച് വളരെ നല്ല ഒരു ലോകം എന്ന് പറഞ്ഞാൽ സാമാന്യനെ മെച്ചപ്പെട്ട ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാലത്താണ് ഈ ദ്രോഹകരമായ ബോംബും പ്ലെയിനും കണ്ടുപിടിക്കാൻ നടക്കുന്നത്. പ്ലെയിനെന്ന് പറക്കുന്ന പ്ലെയിനല്ല, മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന പ്ലെയിനെ പറ്റിയല്ലേ പറയുന്നത്. യുദ്ധം ചെയ്യാനുള്ള പ്ലെയിനുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യദ്രോഹകരമായ ഒരു ഇന്ത്യ ആവശ്യമില്ല ഇന്നത്തെ ഈ നിലവാരത്തിൽ. മനുഷ്യർ തമ്മിൽ യോജിച്ച് നിൽക്കാനൊക്കുന്ന ഒരു സ്ട്രോങ് ബലമുള്ള ഒരു ഇന്ത്യ ഇനി ഉണ്ടായിക്കൂടാ. സഹകരിക്കുന്ന ഇന്ത്യയാണ് ഉണ്ടാകേണ്ടത്. ലോകത്ത് സഹകരണമാണ് ആവശ്യമാണ്. നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ മനുഷ്യരാശിക്കുള്ളൂ. പരസ്പരം അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനില്ല. ഇത് എത്രയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിനോട് സമീപിക്കണമെന്നാണ്. ഇത് ഇനി ഒരു അഭ്യർത്ഥന മാത്രമാണ്. ഈ മനുഷ്യരെ, ഈ ഇന്ത്യയിലെ ജനത ഫെഡറൽ സ്റ്റേറ്റായിട്ട് നിലനിന്നുകൊണ്ട് സഹകരിച്ച് ഇത്തരത്തിലുള്ള പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ഈ ജനവിഭാഗത്തിൽ, ഈ ഭരണവിഭാഗത്തിനെ ഒഴിച്ചുവിടണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതല്ലാതെ വേറെ ഒന്നും എനിക്കിവിടെ പറയാനില്ല.